ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ബീഫ് ഞാൻ കുക്കറിൽ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ബീഫിന് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ മസാല ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഇനി വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ബീഫിൽ നെയ്യ് ഉണ്ടാവും കുറച്ച്. അപ്പോൾ നെയ്യ് കൂടിക്കൊണ്ട. അപ്പോൾ ഞാൻ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലക്ക് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 16 ഉള്ളിയെങ്കിലും എടുത്തിട്ടുണ്ടാവും കേട്ടോ, ചെറുതും വലുതുമായിട്ട്. അപ്പോൾ ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കട്ടെ. ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 തക്കാളി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിനി ബീഫ് വേവിച്ച് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഞാൻ വേവിച്ചിട്ടില്ല കേട്ടോ, പകുതി വേവിൽ ഞാൻ എടുത്തതാണ്. ഇനി മസാല ഒക്കെ ഇടുന്ന് അങ്ങ് വെന്തോളും. കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി അങ്ങ് ചതച്ചതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് മട്ടൻ വേവിച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, മട്ടനല്ല കേട്ടോ, സോറി, ബീഫ് വേവിച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളത്തിൻ്റെ സ്റ്റോക്കും കൂടി ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തന്നെ ലൈക്കും തോടി തരിക, കമൻറ്റ് കൂടി തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ സ്റ്റോക്കും കൂടി കുറച്ച് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പുതിനയും കൊത്തമ്പീറും ഒക്കെ കൂടിയിട്ട് അരിഞ്ഞതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ചെറുനാരങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ പിന്നെ തൈര് അതിനെക്കാട്ടും നല്ലത് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറുനാരങ്ങ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ മസാല ഇപ്പോൾ പകുതിയൊക്കെ അങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഗരം മസാല പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇപ്പോഴത്തെ ഗ്യാസിൽ ഞാൻ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടിയിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉള്ളി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ഈ ഉള്ളിയിൽ നിന്ന് കുറച്ച് മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം, അതുപോലെ തന്നെ നമുക്ക് ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പകുതി ഉള്ളി ഞാൻ നമ്മളെ മസാലയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ചെറുനാരങ്ങ ഞാൻ ഇപ്പോഴാണ് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുള്ളത്. തൈരും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് തൈര് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മസാല ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് നമുക്ക് അപ്പുറത്ത് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഗ്യാസ് ബന്ധാക്കുകയാണ്. റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചോറിന് വേണ്ടിയിട്ട് ഞാൻ ആ ഉള്ളി വറുത്തെടുത്ത എണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഗരം മസാലേൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകം കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇനി അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് മട്ടൻ വേവിച്ച് മട്ടൻ തന്നെ കേട്ടോ വായിൽ വരുന്നത്. ബീഫ് വേവിച്ച് വെച്ച വെള്ളം
ഒന്നങ്ങണ്ട് അളന്ന് വീതി കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ വെള്ളം ഒട്ടും കളയരുത്, നമുക്ക് ചോറിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ആദ്യം ആ വെള്ളം തന്നെ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് ഉള്ള വെള്ളം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി എത്രയാണ് അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരിയൊക്കെ ഞാൻ നല്ലോണം കഴുകിയിട്ട് അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുനാരങ്ങയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് നമ്മളെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ചെറിയ തീ വെച്ചിട്ടാണ് കേട്ടോ ഞാനൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ചോറും കൂടി അങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദമ്മിടേണ്ട പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദമ്മും കൂടി അങ്ങ് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ മസാലൻ്റെ മുകളിലാണ് ഞാൻ ദമ്മറിൽ. ഞാൻ എപ്പോഴും ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കൽ. അതും തലശ്ശേരി ദം ബിരിയാണിയാണ് അധികം ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ദമ്മറിൽ ആദ്യം ഒന്ന് കുറച്ച് ചോറിടും, എന്നിട്ട് പിന്നെ കുറച്ച് അതിൻ്റെ മുകളിലേക്ക് പുതിന, കൊത്തമ്പീർ, ഉള്ളി വറുത്തതൊക്കെ അങ്ങോട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ആയിട്ടാണ് ഞാൻ ദമ്മറിൽ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മസാല ഒക്കെ അങ്ങ് ദമ്മായിട്ടുണ്ട്. ദമ്മാക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അടിയിലൊരു ഇങ്ങനൊരു ഇത് വെച്ച് കൊടുക്കും കേട്ടോ, തവ വെച്ച് കൊടുക്കും. എന്നിട്ടാണ് ഞാൻ ദമ്മാക്കാൻ വെക്കൽ കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ബിരിയാണി ആയാൽ പിന്നെ ഞാൻ ഇങ്ങനെ കേട്ടോ മുകളിൽ നിന്ന് ചോറ് വേറെയും മസാല വേറെയാണ് ഞാൻ ആക്കൽ. അപ്പോൾ ഇതുപോലെ ഒന്ന് മുകളിൽ നിന്ന് ചോറൊക്കെ എടുത്ത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഇന്ന് നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ വിശേഷമൊക്കെ ഇഷ്ടപ്പെടിച്ചെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തന്നെ ലൈക്കും കൂടി തരിക, കമൻറ്റും കൂടി തരാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.